പൊന്നുതള്ളേ, എന്റെ പൊന്നുതള്ളയെ പറയണമെന്ന് കേക്ക്. ഒറ്റ സെക്കൻഡേ ആളെ സമ്മതിക്കൂല. എന്താ ഇന്ന് വെറുതെ മടുപ്പിടിക്കുന്നുണ്ട്. നമ്മൾ പുതിയ വീഡിയോ അല്ല, നമ്മൾ ജസ്റ്റ് കറങ്ങാൻ പോവാണ്. ഫാന കയറി കണ്ടോ നമ്മളെ വളരെ ഫാനൊക്കെ നിർത്തി. നമ്മളെ യൂട്യൂബില് നമ്മുടെ അമ്മ ഇവിടെ പണിയെടുക്കുവാണ്. അങ്ങനെ നമ്മൾ പുതിയ വീഡിയോ എടുക്കുവാണ്. നമ്മൾ ടെർമിനലിൽ പോവാണ്. ടെർമിനൽ കാണാത്തവർക്ക് വേണ്ടി നമ്മളിന്ന് ടെർമിനൽ കാണിക്കുന്നതാണ്. ടെർമിനൽ കാണാൻ പോകാൻ ആരൊക്കെയുണ്ട്? നമ്മുടെ ഇവിടെ വിഷ്ണു ഉണ്ട്, അമലുണ്ട്. നമ്മളിന്ന് പോവാണ് പോകുന്നത് കൈനഗിരിയുടെ സരോവരം എന്നറിയപ്പെടുന്ന ടെർമിനലാണ്. കോഴിക്കോട് സരോവര പാർക്ക് കണ്ടിട്ടുണ്ട്, അത് കണക്കാണ്. അത് പിന്നെ ചെയ്യില്ല. അത് നമ്മൾ ടെർമിനലിൽ എത്തിയിട്ടുണ്ട്. ടെർമിനലിൽ പോകുന്ന ഇതുവഴിയാണ്. വഴിയൊക്കെ ഭയങ്കര മോശമാണ്, എന്നാലും കുഴപ്പമില്ല. നമ്മൾ ഇതുവഴിയാണ് അങ്ങോട്ട് പോകുന്നത്. നമ്മൾ ഇന്നലെ ഇവിടെ വന്നായിരുന്നു രാവിലെ സൈക്കിൾ ഓട്ടി. ഇന്ന് നമ്മൾ വൈകിട്ട് വന്നിരിക്കുകയാണ്. വൈകിട്ടത്തെ ഇവിടുത്തെ വ്യൂസൊക്കെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. പിള്ളേർക്ക് പേടി, എങ്ങാനും ഫേമസ് ആയാലോ എന്ന് വെച്ചാൽ അവന്മാർ മോഹം കാണിക്കുന്നില്ല. പ്രത്യേകിച്ച് അവൻ നാണക്കാരനാണ്. അവൻ രാത്രിയിൽ ഈ പെണ്ണുങ്ങളൊക്കെ വിളിക്കാൻ നേരത്ത് വീഡിയോ കോൾ ചെയ്യുക, അപ്പം മുഖം കാണിക്കുക. അല്ല ഇപ്പോഴൊന്നും അല്ലേ അങ്ങനെ. ഇത് ഈ സ്ഥലം നിങ്ങൾക്കറിയാവോ? ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത ഇവിടാണ് മൈബോസ് മറ്റേ ജട്ടി, പിന്നെ മറ്റേ ഏതാണ് ആര്യ ടൂലെ ഡാൻസ് കളിക്കുന്നത് ഇവിടെ ഉണ്ട്. ദൈവമേ, അങ്ങോട്ട് ചെല്ലുമ്പോൾ ആൾക്കാരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഡാൻസ് കളിക്കാന്ന് പറഞ്ഞിട്ട് അമ്മലെ നോക്കടാ, എൻ്റെ വ്ളോഗിലേക്ക് നോക്കടാ. നിങ്ങളൊരുണ്ടോ? നിങ്ങളെന്നാ ഹായ് കൊടുക്കൂ, സബ്സ്ക്രൈബ് ചെയ്യാൻ പറ. അപ്പോൾ നമ്മൾ പ്രൊമോഷനാണ്, ഹൈ പ്രൊമോഷനാണ്. ഇവിടുത്തെ മെയിൻ പട്ടിയാണ്. വേണ്ട. അപ്പം നടന്നോ നമ്മളിങ്ങനെ ഇവിടുന്ന് ഇങ്ങോട്ട് പോവാണ്. അവിടെ ടെർമിനലിൽ ഇവിടെ വഴിയൊക്കെ റെഡിയാക്കുവാൻ ഇനി ആള് വന്നത്, പക്ഷെ വഴി ഭയങ്കര മോശമായതുകൊണ്ട് എന്നാലും വരും, കിഴപ്പ് പിടിച്ചവരൊക്കെ വരും അല്ലേ. വഴി ഒന്നുകൂടെ സെറ്റപ്പ് ആക്കുവാണ്. നല്ല ടൂറിസം സെറ്റപ്പാണ്. പിന്നെ കഴിഞ്ഞ ആഴ്ചയൊക്കെ ആരോ പറയുന്നുണ്ട് ഇത് ബോംബെക്കാർ എടുത്തെന്നോ ഇവിടെ സെറ്റപ്പ് ആക്കാൻ പോകുന്നൊക്കെ പറയുന്നുണ്ട്. സെറ്റപ്പ് ആക്കട്ടെ. നമ്മൾ കൈനേരി വികസിക്കട്ടെ. നമ്മൾ കൈനേരി ഇന്ന് കാണിക്കുവാണ്. കൈനേരിയിലെ മെയിൻ സ്പോട്ട് ഇതാണ് വരുന്നത്. നമ്മുടെ കൂട്ടുകാരൻ അഖില് പറഞ്ഞാണ് ബോംബെക്കാർ ഇത് ഏറ്റെടുത്തു എന്ന്. ടെർമിനലിൻ്റെ അകത്തത്തെ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് വരാം. ഇനി കണ്ടിട്ടുണ്ടെന്നറിയില്ല. ഇവിടെയാണ് മെയിൻ സ്ഥലം. ഇവിടെ മെയിൻ സ്ഥലം എന്ന് പറഞ്ഞാൽ ഇവിടെ കളിയൊക്കെ നടക്കുന്നതാണ്. പിള്ളേർ ഇവിടെ ക്രിക്കറ്റ് കളിക്കുന്നതാണ് കേട്ടോ. ക്രിക്കറ്റ് കളിക്കുന്ന സ്ഥലമാണ്. ഇന്ന് കളിക്കാനില്ല. ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി കണ്ട സംഭവമൊക്കെ ഉണ്ട്. നമ്മൾ ഇടയ്ക്ക് വരുമ്പോൾ ഇവിടെ നമ്മളിവിടെ ഒരു ബിസിനസ്സൊക്കെ പ്ലാൻ ചെയ്യാൻ നോക്കിയായിരുന്നു. പിന്നെ ബിസിനസ് പ്ലാൻ ചെയ്യാൻ താല്പര്യമുള്ളവർ വന്ന് തുടങ്ങുക. കഫേയൊക്കെ തുടങ്ങാൻ പറ്റിയ സ്ഥലമാണ് അല്ലേ. നമ്മളൊന്ന് പ്ലാൻ ചെയ്തതാണ്, പക്ഷേ നമ്മൾ പ്ലാൻ ഫ്ലോപ്പായി. പക്ഷേ ഒരു ദിവസം നമ്മളത് റീബിൽഡ് ചെയ്യും എന്നൊരു പ്രതീക്ഷ. ഇങ്ങനെ നമുക്ക് ഇവിടെ വഴി ഇങ്ങനെ നടക്കാം. പക്ഷേ ഇതൊക്കെ വൃത്തിയാക്കി എടുക്കുകയാണെങ്കിൽ രസമായിട്ട് ചെറിയ മിനി പാർക്കൊക്കെ ഉണ്ട് ഇവിടെ. ഇത് ഇരിക്കാനുള്ള സ്റ്റേജും അല്ല, ഇത് സ്റ്റേജും ഇത് മറ്റേ പവലിയനും അല്ലേ, അവിടെയൊക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം കാട് കയറി. ഒരു കാഴ്ച കാണാം. UBCയുടെ എന്താണ് പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കൈനഗിരിയുടെ ഹൃദയതാളമാണ് അകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷേ മാഞ്ഞൊക്കെ പോയി. ഇത് കാണിച്ചിട്ട് വരാം. അതാണ് UBC കൈനഗിരിയൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സെറ്റപ്പ് കണ്ടോ, ചില്ലക്കാരൊക്കെ അടിച്ച് പൊട്ടിച്ച് അകത്തോട്ട് പോകും. ഒരു കഫേ തുടങ്ങാന്നേ ഉള്ളൂ. കഫേക്കുള്ള സെറ്റപ്പൊക്കെ ഒരുക്കി ഇങ്ങോട്ട് വരാനുള്ള വഴിയുടെ ബുദ്ധിമുട്ടേ ഉള്ളൂ. അല്ലേ സെറ്റപ്പ് സ്ഥലമാണ്. ഇങ്ങനെ അങ്ങോട്ട് പോവാണ്. ഇവിടുത്തെ പിള്ളേർ വന്നു. ഇനിയിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇവിടുത്തെ പിള്ളേർ ഇപ്പം നമ്മളെ എടുത്തിട്ട് മേയും. ഇവിടുത്തെ പിള്ളേർ വന്ന് ഒരു ഹായ് കൊടുക്കടാ. ടെർമിനലിൽ എത്തിയിരിക്കുകയാണ്. ടെർമിനലിൽ നമ്മൾ സൺസെറ്റ്, അതിമനോഹരമായ കൈനഗിരിയിലെ സൺസെറ്റ് നമ്മൾ ഇവിടുന്ന് കാണുവാണ്. കണ്ട് നമ്മൾ ഈ അറ്റത്ത് കടയിൽ കൊണ്ടുവിടെ പോയി എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണ്ടി പോവാണ്. നോക്കാം. നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോവാണ്. നമ്മൾ ടെർമിനലിൽ കുറേ നേരം ഇരുന്നു അല്ലേ. ടെർമിനലിൽ കുറേ നേരം ഇരുന്നു. അപ്പം മഴക്കാർ പോകുന്നല്ലേ. അങ്ങനെ കൈനഗിരി മഴയാൽ നനയാൻ പോവാണ്. നമ്മളും നനയാതിരിക്കാൻ വേണ്ടി നമ്മൾ പെട്ടെന്ന് വീട്ടിൽ പോവാണ്. കൈനഗിരി നനഞ്ഞോട്ടെ അല്ലേ, കൈനഗിരി നനഞ്ഞോട്ടെ. പക്ഷെ നമ്മൾ നനയാതിരിക്കാൻ വേണ്ടി നമ്മൾ പെട്ടെന്ന് വീട് പിടിക്കുകയാണ്. അപ്പം ഇന്നത്തെ ബ്ലോഗ് കഴിഞ്ഞിരിക്കുന്നു. ഗായ്സ് ബൈ, ഗുഡ് നൈറ്റ്.